ഹലോ എവരി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സ് ഡെയർഡെവിലിൻ്റെ അവസാനത്തെ സീസണിലെ അവസാനത്തെ എപ്പിസോഡാണ്. ഇതിനുശേഷം നടക്കുന്ന കാര്യങ്ങളെല്ലാം MC യൂണിവേഴ്സിൽ, അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം, അതായത് ഈ എക്സ്പ്ലനേഷന് ശേഷം നമ്മുടെ ചാനലിൽ എന്ത് വേണം? ഡെയർഡെവിലിൻ്റെ ബാക്കി കഥയായ ഡെയർഡെവിൽ ബോൺ അഗെയിൻ എന്ന് പറയുന്ന സീരീസ് വേണോ, അല്ല വേറെ എന്തെങ്കിലും സീരീസ് വേണോ എന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ പോയി ഇപ്പോൾ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മൾ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഡെയർഡെവിൽ സീസൺ 3 അവസാനത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ സീരീസിൻ്റെയും എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മാറ്റാണെങ്കിൽ വിൽസൺ ഫിസ്കിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു FBI ഏജൻറ്റിനെ ഇടിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. അതായത് എങ്ങനെയാണ് നദീമിനെ കൊന്നത്, എങ്ങനെയാണ് പോയിൻറ്റെക്സറിനെ വിൽസൺ ഫിസ്ക് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്, എന്താണ് വിൽസൺ ഫിസ്കിൻ്റെ പ്ലാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് വിൽസൺ ഫിസ്ക് ആണെങ്കിൽ ഇപ്പോൾ വനസയുമായി സംസാരിക്കുന്നുണ്ട്. ഈ സമയം വിൽസൺ ഫിസ്കിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വനസയും കൂടി വലിയ ആൾക്കാരൊക്കെ കൂടി ഒരു പാർട്ടി നടത്തി അവിടെ വെച്ച് മാധ്യമങ്ങൾക്ക്, അതായത് ജനങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ച് വിൽസൺ ഫിസ്കിനെ വീണ്ടും ആ നഗരത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാനാണ് വിൽസൺ ഫിസ്ക് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അവിടെ വെച്ച് ടൈറ്റിലിട്ട് കാണിക്കുന്നു ഡെയർഡെവിൽ. ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ ഫോഗിയും ഫോഗിയുടെ കൂട്ടുകാരനായ ആ പോലീസുകാരനുമാണ്. ഈ സമയം ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇപ്പോൾ നദീമിൻ്റെ ഭാര്യ FBI കൂടെയാണുള്ളത്, അവർ എന്തൊക്കെയോ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണ്, അതുകൊണ്ട് വക്കീലായി നീ തന്നെ അവിടെ പോകണമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഫോഗിയാണെങ്കിൽ നദീമിൻ്റെ ഭാര്യയുടെ കാണാൻ വേണ്ടി അവിടെ FBI ഓഫീസിലേക്ക് പോവുകയാണ്. ഈ സമയം അവിടെ പോയിൻറ്റെക്സറും വിൽസൺ ഫിസ്കിന് വേണ്ടി പണിയെടുക്കുന്ന ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവർ സംസാരിക്കുന്ന കാര്യമെല്ലാം ചോർത്തുമെന്ന സംശയത്തിലാണെങ്കിൽ നദീമിൻ്റെ ഭാര്യയാണെങ്കിൽ നദീമിൻ്റെ അവസാനത്തെ ആ വീഡിയോയെക്കുറിച്ചും ആ ഫോണിനെക്കുറിച്ചും എല്ലാം ഫോഗിക്ക് എഴുതി ഒരു പേപ്പറിൽ കാണിക്കുകയും ആ ഫോണിന് നമ്മുടെ ഫോഗിക്ക് കൊടുക്കുകയുമൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഫോഗി അതെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ മാറ്റ് കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും, അതായത് പോയിൻറ്റെക്സറിനെ എങ്ങനെയാണ് വിൽസൺ ഫിസ്ക് കൺട്രോൾ ചെയ്യുന്നത്, പോയിൻറ്റെക്സറിനെ ഗേൾ ഫ്രണ്ടിനെ പറ്റിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ പോയിൻറ്റെക്സറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ ഫോഗിയും കാരൻ പേജുമാണെങ്കിൽ ആ നദീമിൻ്റെ ഫോൺ എടുത്ത് ആ വീഡിയോ കാണുകയും ഇത് വെച്ച് വിൽസൺ ഫിസ്കിനെ കൊടുക്കാമെന്ന പ്ലാനിൽ തയ്യാറാവുകയാണ്. അങ്ങനെ നമ്മുടെ മാറ്റിൻ്റെ സംസാരം കേട്ട് നമ്മുടെ പോയിൻറ്റെക്സർ ആണെങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ടി വിൽസൺ ഫിസ്ക് ഇപ്പോൾ എല്ലാവരെയും കൊന്നിട്ട് സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയിൽ പോവുകയും അവിടെ നമ്മുടെ പോയിൻറ്റെക്സറിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ഡെഡ് ബോഡി കാണുകയാണ്. അങ്ങനെ പോയിൻറ്റെക്സറിനാണെങ്കിൽ വിൽസൺ ഫിസ്ക് തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ കാണുന്നത്. ഉടനെ തന്നെ പോയിൻറ്റെക്സർ ആണെങ്കിൽ നേരത്തെ വിളിച്ച് അതേ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഈ സമയം മാറ്റ് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ്, വിൽസൺ ഫിസ്കാണ് എന്നെ ചതിച്ചത്, എനിക്ക് വിൽസൺ ഫിസ്കിന് വേണ്ടി പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറയുന്നു. ഈ സമയം മാറ്റാണെങ്കിൽ വിൽസൺ ഫിസ്ക് ഇന്ന് രാത്രി വനസയെ കല്യാണം കഴിച്ച് വലിയൊരു പാർട്ടി തന്നെ അവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് അവിടെ പോയി വിൽസൺ ഫിസ്കിനെ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ പോയിൻറ്റെക്സർ ആണെങ്കിൽ ഡെയർഡെവിലിൻ്റെ വസ്ത്രവും ധരിച്ച് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഡെയർഡെവിലിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ബോഡിയെയും ഇരുത്തി FBI കാറിൽ വിൽസൺ ഫിസ്കിൻ്റെ കല്യാണം നടത്തുന്ന ആ സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികളൊക്കെ അടിച്ചിടുകയാണ്. ഈ സമയം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പോയിൻറ്റെക്സറിൻ്റെ മാനസികതയിൽ മുഴുവൻ ഇപ്പോൾ കൈവിട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡെഡ് ബോഡിയും എടുത്ത് അവൻ പ്രതികാരം വീട്ടാൻ ഇറങ്ങുന്നത്. എല്ലാം മാറ്റ് തൻ്റെ ഹിയറിങ്ങിലൂടെ കേൾക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വിൽസൺ ഫിസ്കിൻ്റെയും വനസയുടെയും കല്യാണമാണ്. അങ്ങനെ അവിടത്തേക്കാണെങ്കിൽ നമ്മുടെ മാറ്റാണെങ്കിൽ പഴയ ഡെയർഡെവിലിൻ്റെ വസ്ത്രം ധരിച്ച് അവിടത്തേക്ക് എത്തുകയാണ്. ഈ സമയം മാറ്റിന് മനസ്സിലാവുന്നത് പോയിൻറ്റെക്സർ അകത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് ആ കല്യാണം കഴിഞ്ഞ് അവിടെ ഒരു പാർട്ടി നടക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അതായത് മാധ്യമപ്രവർത്തകർ, പത്രപ്രവർത്തകർ, FBI ഉയർന്ന ഉദ്യോഗസ്ഥർ, മാത്രമല്ല പ്രസിഡൻറ്റിൻ്റെയും മറ്റും ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരും മേയറും എല്ലാവരും തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം തന്നെ കാരൻ പേജിൻ്റെ സഹായത്തോടെയാണെങ്കിൽ നദീമിൻ്റെ അവസാനത്തെ വീഡിയോ അവിടെ ലീക്കാവുകയും എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണിൽ അതെത്തുകയും എല്ലാവരും അത് കാണുകയുമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വിൽസൺ ഫിസ്കിനാണെങ്കിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. ഈ സമയം തന്നെ വിൽസൺ ഫിസ്കിൻ്റെ അനുയായികൾ വിൽസൺ ഫിസ്കിനോട് പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഏജൻറ്റുമാരെല്ലാം ഇപ്പോൾ ആരോ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുകയാണ്. ഈ സമയം തന്നെ നമ്മൾ കാണുന്നത് മാറ്റാണെങ്കിൽ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും എല്ലാ ബോഡി ഗാർഡിനെയും അടിച്ചിട്ട് പോകുന്നതാണ്. ഈ സമയം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് പോയിൻറ്റെക്സറാണ് അങ്ങനെ ചെയ്തതെന്ന്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് പാർട്ടിയുടെ ഇടയിലേക്ക് പോയിൻറ്റെക്സർ ഡെയർഡെവിലിൻ്റെ വേഷം ധരിച്ച് അവിടെ എത്തുകയും മൈക്കെടുത്ത് കുറച്ച് സംസാരിച്ച ശേഷം പോയിൻറ്റെക്സറിൻ്റെ ഏറ്റവും വലിയ സ്കില്ലായ, അതായത് എയിം ചെയ്ത് എറിയാൻ പറ്റുന്ന ആ സ്കിൽ ഉപയോഗിച്ച് മൈക്കും അവിടെ ഉണ്ടായിരുന്ന ബാക്കി സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് എല്ലാവരെയും അടിച്ചിടുകയും എല്ലാവരെയും എറിഞ്ഞിട്ട് അവിടെ തന്നെ വലിയൊരു ചോരപ്പ് ഒഴുകുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഈ സമയം തന്നെ നമ്മുടെ മാറ്റാണെങ്കിൽ, അതായത് ഒറിജിനൽ ഡെയർഡെവിൽ അവിടെ എത്തിയിരുന്നു. ഈ സമയത്ത് തന്നെ വിൽസൺ ഫിസ്കിൻ്റെ ഭാര്യയായ വനസയാണെങ്കിൽ വിൽസൺ ഫിസ്കിനോട് പറയുന്നു, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടണം, ഇല്ലെങ്കിൽ അവൻ നമ്മളെല്ലാവരെയും കൊല്ലുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിൽസൺ ഫിസ്കിനെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് നമ്മൾ കാണുന്നത്.
ശേഷം നമ്മൾ കാണുകയാണെങ്കിൽ പോയിൻ്റ് എക്സർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഏജൻറ്റുമാരെയും എല്ലാ FBI ഉയർന്ന ഉദ്യോഗസ്ഥരെയും പോയിൻ്റ് എക്സറിനെ ചതിച്ച എല്ലാവരെയും അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം മാറ്റാണെങ്കിൽ വിൽസൺ ഫിസ്ക് എവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി വിൽസൺ ഫിസ്കിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. മാറ്റിനാണെങ്കിൽ വിൽസൺ ഫിസ്കിനെ എങ്ങനെയെങ്കിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന മൈൻഡാണ്. പക്ഷേ പോയിൻ്റ് എക്സർ ആണെങ്കിൽ അങ്ങനെയല്ല. തൻ്റെ ഗേൾഫ്രണ്ടിനെ കൊന്ന അല്ലെങ്കിൽ തന്നെ പറ്റിച്ച വിൽസൺ ഫിസ്കിനെ ഏത് വിധേനയും കൊല്ലണം എന്ന മൈൻഡിലായിരുന്നു അവിടെ പോയിൻ്റ് എക്സർ വന്നിരുന്നത്. ഈ സമയം തന്നെ അകത്ത് എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഫോഗിയുടെ കൂട്ടുകാരനായിരുന്ന പോലീസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി പോലീസുകാരെല്ലാം അവിടേക്ക് എത്തുകയാണ് നമ്മൾ കാണുന്നുള്ളത്. ശേഷം നമ്മൾ കാണുന്നത് ഡെയർഡെവിൽ സീരീസിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫൈറ്റ് സീൻ തന്നെയാണ്. അതായത് പോയിൻ്റ് എക്സറും മാറ്റും വിൽസൺ ഫിസ്കും 3 പേരും തമ്മിലുള്ള ഒരു നീണ്ട ഫൈറ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം പോയിൻ്റ് എക്സറിൻ്റെ മൈൻഡാണെങ്കിൽ എങ്ങനെയെങ്കിലും വിൽസൺ ഫിസ്കിനെയും വനസയെയും കൊല്ലുക എന്നതാണ്. പക്ഷേ മാറ്റാണെങ്കിൽ വിൽസൺ ഫിസ്കിനെ നിയമത്തിന് മുമ്പിൽ എത്തിക്കുക എന്ന മൈൻഡിലാണ് മാറ്റ് പോരാടുന്നത്. അതുകൊണ്ട് തന്നെ വിൽസൺ ഫിസ്കിനെ കൊല്ലാൻ നോക്കുന്നുള്ള എല്ലാ ശ്രമങ്ങളും മാറ്റ് തടയുകയാണ്. അതായത് പോയിൻ്റ് എക്സറിനെതിരെയും മാറ്റ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം വിൽസൺ ഫിസ്ക് ആണെങ്കിൽ 2 പേർക്കെതിരെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റിൻ്റെ അവസാനമാണെങ്കിൽ നമ്മുടെ പോയിൻ്റ് എക്സറിനെ നമ്മുടെ വിൽസൺ ഫിസ്ക് ആണെങ്കിൽ അടിച്ചിട്ട് അവൻ്റെ സ്പൈൻ ഒടിക്കുന്ന രീതിയിലുള്ള ഒരു അടി കൊടുത്ത് അവിടെ ഇടുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് മാറ്റും വിൽസൺ ഫിസ്കും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ഈ ഫൈറ്റിനൊടുവിൽ നമ്മുടെ മാറ്റാണെങ്കിൽ വിൽസൺ ഫിസ്കിനെ എടുത്ത് അടിച്ചൊടിക്കുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വേറെ വഴിയില്ലാതെ വിൽസൺ ഫിസ്ക് കീഴടങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, നീ ആരാണെന്നും നിൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ഫോഗിയെയും കാരൻ പേജിനെയും എല്ലാവർക്കും എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് മാറ്റിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ സമയമെല്ലാം മാറ്റാണെങ്കിൽ വിൽസൺ ഫിസ്കിനെ നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യം വന്ന വിൽസൺ ഫിസ്ക് ആണെങ്കിൽ എന്നെ കൊല്ലു എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയാണ്. ഈ സമയം മാറ്റ് പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലില്ല, നിന്നെ ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നുമെന്ന്. ഈ സമയം വിൽസൺ ഫിസ്ക് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തു പറയും, ആരാണ് നീ, ആരാണ് ഡെയർഡെവിൽ എന്നെല്ലാം ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വിൽസൺ ഫിസ്കും മാറ്റും സംസാരിച്ച് ഒരു ഡീലിലെത്തുകയാണ്. അതായത് കേസിൽ നിന്നെല്ലാം വനസയെ ഒഴിവാക്കുകയാണെങ്കിൽ, അതായത് വനസയ്ക്കെതിരെ ഒരു കേസും എടുക്കുന്നില്ല എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ മാറ്റ് ആരാണെന്ന് പുറത്ത് ലോകത്തോട് താൻ പറയില്ല എന്ന് വിൽസൺ ഫിസ്ക് പറയുകയാണ്. അങ്ങനെ മാറ്റും വിൽസൺ ഫിസ്കും തമ്മിൽ ഒരു ഡീലെത്തുകയും വിൽസൺ ഫിസ്ക് പോലീസിന് കീഴടങ്ങുകയും വനസയെ എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിവാക്കുകയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ഡീലിനാണെങ്കിൽ മാറ്റും വിൽസൺ ഫിസ്കും 2 പേരും സമ്മതിക്കുകയാണ്. ഈ സമയമെല്ലാം പോയിൻ്റ് എക്സർ ആണെങ്കിൽ നേരത്തെ വിൽസൺ ഫിസ്കിൽ നിന്നും സ്പൈനിന് ഒരു അടി കിട്ടിയത് കൊണ്ട് തന്നെ ഒന്നും അനങ്ങാതെ പറ്റാത്ത രീതിയിൽ മരിച്ചോ എന്നറിയാത്ത രീതിയിൽ അവിടെ കിടക്കുകയാണ് നമ്മൾ കാണുന്നത്. അവിടേക്ക് പോലീസുകാർ എത്തുകയും വിൽസൺ ഫിസ്കിനെ അറസ്റ്റ് ചെയ്യുകയും വനസയെ വെറുതെ വിടുകയും പോയിൻ്റ് എക്സറിനെ ഡെയർഡെവിലാണെന്ന് തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെയാണ്. ഈ സമയം ഫോഗിയുടെ കൂട്ടുകാരനായ പോലീസ് പറയുന്നുണ്ട്, അത് ഡെയർഡെവിലല്ല, കാരണം അവനാണ് ഡെയർഡെവിൽ എന്നും പറഞ്ഞ് നമ്മുടെ യഥാർത്ഥ ഡെയർഡെവിലായ മാറ്റിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ സമയം തന്നെ മാറ്റാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പോലീസുകാരെല്ലാം വിൽസൺ ഫിസ്കിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ സമയം വിൽസൺ ഫിസ്ക് അവിടുത്തെ പോലീസുകാരോട് പറയുന്നുണ്ട്, എനിക്ക് അവസാനമായി വൈഫിനോട് സംസാരിക്കാൻ കുറച്ച് സമയം തരണം, എന്നിട്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന്. ഈ സമയം ഫോഗിയുടെ കൂട്ടുകാരനായ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നദീമിൻ്റെ ഭാര്യയ്ക്കത് നൽകിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒന്നിനും സമ്മതിക്കാതെ വിൽസൺ ഫിസ്കിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ വിൽസൺ ഫിസ്കിനെ കൊല്ലാതെ നിയമത്തിന് മുമ്പിൽ നമ്മുടെ മാറ്റ് എത്തിക്കുകയാണ്. ഇതെല്ലാം മുകളിൽ നിലയിൽ നിന്ന് നമ്മുടെ മാറ്റാണെങ്കിൽ കേട്ട് സന്തോഷിക്കുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് കുറച്ച് ഹാപ്പി എൻഡിങ്ങുകളാണ്. അതായത് മാറ്റാണെങ്കിൽ തൻ്റെ അമ്മയെ കണ്ട് അവൻ മനസ്സിലാക്കിയ എല്ലാ കാര്യവും പറയുകയും അവിടെ നിന്ന് വെച്ച് നമ്മുടെ നേരത്തെ മരിച്ച ആ പള്ളിയിലച്ഛന് വേണ്ടി ഫ്യൂണറലൊക്കെ നടത്തുകയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ശേഷം അവിടെ നിന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ മാറ്റാണെങ്കിൽ ഇപ്പോൾ കാരൻ പേജുമായി ഡേറ്റ് ചെയ്യുകയും നമ്മുടെ ഫോഗി ആണെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ഡേറ്റ് ചെയ്യുകയൊക്കെയാണ്. അങ്ങനെ ഫോഗി ആണെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് അറ്റോർണിക്ക് നൽകിയ വാക്കിൻ്റെ ബലത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ അവൻ്റെ നോമിനേഷൻ അവിടെ പിൻവലിക്കുകയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സീരീസിൻ്റെ അവസാനം നമ്മൾ കാണിക്കുന്നത് ഒരു ട്വിസ്റ്റാണ്. അതായത് പോയിൻ്റ് എക്സർ ഇതുവരെ മരിച്ചിട്ടില്ല. അവൻ്റെ സ്പൈനിന് നല്ലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിലും നല്ലൊരു സർജറിയിലൂടെ തന്നെ പോയിൻ്റ് എക്സർ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് ഈ സീരീസ് അവസാനിക്കുകയാണ്. ഇനി നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് പോയിൻ്റ് എക്സർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് അവരെ അറ്റാക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും അവൻ്റെ പ്ലാൻ, വിൽസൺ ഫിസ്ക് രക്ഷപ്പെടുമോ, വിൽസൺ ഫിസ്കിൻ്റെ അടുത്ത പദ്ധതി എന്താണ്, ഡെയർഡെവിലിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നത് MCU യൂണിവേഴ്സിലാണ്. അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാനിൻ്റെ വക്കീലായും ഷീ ഹൾക്കിൻ്റെ കൂട്ടുകാരിയായും ഒരുപാട് കാര്യത്ത് നമ്മുടെ മാറ്റ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മാത്രമല്ല വിൽസൺ ഫിസ്ക് ആണെങ്കിൽ ഹോക്കയിലും എക്കോയിലൂടെയും കുറേ സീരീസിൽ നമ്മുടെ അല്ലെങ്കിൽ സിനിമയിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വിൽസൺ ഫിസ്കും തിരിച്ചു വരുന്നുണ്ട്. ഇതിനുശേഷം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡെയർഡെവിൽ ബോൺ അഗൈൻ പറയുന്ന സീരീസിലാണ്. അപ്പോൾ നമുക്കിനി അടുത്തതായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിനി ആ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.